ഹായ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ അടുത്ത് പറയാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോക്കകത്ത് ഏറ്റവും കൂടുതൽ പറയാൻ പോകുന്നത് രേവതി പ്രിയ സമ്പത്ത് എന്ന ആളെക്കുറിച്ചായിരിക്കും. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ മറ്റേ കാര്യം ഈ പെണ്ണിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ, ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം നമ്മൾ ബാക്കിയുള്ളവരെ പോലെ ഇതും കൂടെ കുത്തിപ്പൊക്കണമല്ലോ, അതുകൊണ്ട് ഇതൊരു കുത്തിപ്പൊക്കലും കൂടെയാണ് കേട്ടോ. ഇത് നമ്മൾ മറ്റേത് കുത്തിപ്പൊക്കാൻ നേരത്തെ നമ്മൾ ഈ ചില ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും കൂടെ കുത്തിപ്പൊക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണ്. എന്ത് മാങ്ങാത്തലും ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല, കാരണം ഇതും കൂടെ പറഞ്ഞു പോയാൽ കഴിഞ്ഞാൽ ഈ കഥകൾ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ പറയാനുള്ള ആദ്യത്തെ സാധനം എന്ന് പറയുന്നത്, നേരത്തെ വീഡിയോ കാണാത്തവർ കാണുക. സിദ്ദിഖണ്ണൻ്റെ പീഡന ലീലകളൊക്കെയാണ് പറഞ്ഞത്. ഒരുപാട് ആൾക്കാർ പറഞ്ഞാണ്. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണും, അതുകൊണ്ട് ഇനി എൻ്റെ അകത്ത് കാണണമെന്ന് എനിക്ക് വല്ല നിർബന്ധമില്ല. പക്ഷേ ഇത് നിങ്ങൾ കാണണം. ഇതിനകത്ത് പറയാൻ പോകുന്നത് രേവതി പ്രിയ സമ്പത്തിനെ കുറിച്ചാണ്. അപ്പോൾ രേവതി പ്രിയ സമ്പത്ത് എന്ന് പറയുന്ന ആളെ ചൈനയിൽ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓക്കെ, ചൈനയിലെ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു രേവതി പ്രിയ സമ്പത്ത് എന്ന് പറയുന്ന ആൾ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ആ സെച്ചി ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. അതായത് ആ കോളേജിൽ നിന്ന് അവർ പുറത്താക്കിയ ആളാണ്. മനസ്സിലായല്ലോ? എന്താണ് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസൺ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ വയ്ക്കാം, നോക്കിക്കോളണം. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, അവരുടെ ഹോസ്റ്റൽ റൂമിലെ ബാക്കിയുള്ള പെൺകുട്ടികൾ ഡ്രസ്സ് മാറാൻ നേരത്ത് ഈ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത 2 പേർ, അതായത് ഒന്ന് ഈ രേവതി പ്രിയ സമ്പത്തും പിന്നെ വേറൊരാളും, അയാളെ പേര് ഹൈഡാക്കിയിട്ടുണ്ട്, കാരണം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരാളല്ല. അതുകൊണ്ട് തന്നെ രേവതിയുടെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ, അതുകൊണ്ട് മറ്റേ ആളെ വിട്ട് കളഞ്ഞു. ഓക്കെ, അപ്പോൾ പേര് ഇവിടെ ഹൈഡാക്കിയിട്ടുണ്ട്. അവർ 2 പേരും ചേർന്ന് ബാക്കിയുള്ള പെൺകുട്ടികൾ ഡ്രസ്സ് മാറാൻ നേരത്ത് അവരുടെ വീഡിയോസും ഫോട്ടോസും എടുക്കുന്നു എന്നുള്ള പരാതി ആണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡേറ്റ് സഹിതം ഇട്ടിട്ടുണ്ട്, 14/4/2015. ഈ ഡേറ്റിൽ ഒരുപാട് ആൺപിള്ളാരെ ഇൻവൈറ്റ് ചെയ്തു. അതാണ് വേറൊരു പരാതി. അപ്പോൾ ഇനി ഹോസ്റ്റൽ റൂമിലേക്ക് ബാക്കിയുള്ളവരൊക്കെ ഇൻവൈറ്റ് ചെയ്ത് എന്തിനാണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇൻവൈറ്റ് ചെയ്ത് ബാക്കിയുള്ള പിള്ളേരൊക്കെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല, അവർ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ മലയാളി സ്റ്റുഡൻസ് ആണ്. മലയാളി സ്റ്റുഡൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയാലും നമ്മൾ മലയാളികളാണ്, അവരൊക്കെ നമ്മൾ ഇൻ്റർനാഷണലാണ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾക്ക് അവർ. പക്ഷെ നമ്മൾ വെള്ളം അടിച്ച ബഹളം വയ്ക്കും. എവിടെയാണെങ്കിലും ബഹളം. അതായത് ലോകത്തിൻ്റെ ഏത് സ്ഥലത്താണെങ്കിലും മലയാളികൾ കാട്ടടി അടിക്കും, ബഹളം വയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇതേ കണക്ക് തന്നെ സെച്ചിമാരും അവിടെ കട്ടടി അടിച്ച് ബഹളം വെച്ചു. നമ്മളെ ഡോം റൂമിൻ്റെ അകത്ത് കിടന്ന് ബഹളം വെച്ചു. അപ്പോൾ അവർ അതിനും കൂടെ ചേർത്താണ് ശിക്ഷയെല്ലാം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ സെച്ചിമാരെന്ത് ചെയ്തു? അവർ പൊക്കോ മക്കളെ, ഇനി നിങ്ങളുടെ സേവനം ഇവിടെ മതി, നിങ്ങൾ പഠിച്ചത് മതി, ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് വേണ്ട എന്ന് പറഞ്ഞ് അവർ പൊക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു ഹിസ്റ്ററി രേവതി പ്രിയ സമ്പത്തിനുണ്ട് എന്നുകൂടി പ്രേക്ഷകർ ആയ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സിദ്ദിഖ് പീഡിപ്പിച്ചിട്ടില്ല, മറ്റേ റേപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരിതും എനിക്കില്ല. ആ പെണ്ണത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് സിദ്ദിഖണ്ണനെ പഞ്ഞിക്കിട്ടുകയോ പിടിച്ച് ജയിലിലിടുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ പെണ്ണ് പറഞ്ഞ സ്ഥിതിക്ക് റേപ്പ് ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞത്. റേപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ കൊടുക്കണമല്ലോ. അപ്പോൾ ആ ശിക്ഷ കൊടുക്കുക. ഇനി അടുത്തത്, ഈ ചേച്ചിമാർ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ ഊളപ്രവൃത്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്വന്തം റൂമിലെ പിള്ളേർ, അല്ലെങ്കിൽ ആ ഹോസ്റ്റലിലെ പിള്ളേർ പെൺകുട്ടികൾ തുണി മാറാൻ നേരത്ത് അവരുടെ ഫോട്ടോസും വീഡിയോസും എടുത്ത്
ഈ സെറ്റുമാരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇവരെന്തൊക്കെ ആ വീഡിയോസ് ഫോട്ടോസ് വെച്ച് ചെയ്തതെന്നുള്ളത് അറിയത്തില്ല. ഇന്നും ചിലപ്പോൾ അറിയാത്തായിരിക്കും. ചിലപ്പോൾ അന്ന് അതിൻ്റെ അകത്തുള്ള മലയാളി പെൺപിള്ളേരൊക്കെ ആയിരിക്കും അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താണ്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള പിള്ളേരുടെ ആയിരിക്കും. ചിലപ്പോൾ അതും അല്ലെന്നുണ്ടെങ്കിൽ വേറെ സംസ്ഥാനം, ഇന്ത്യയിൽ തന്നെ വേറെ സംസ്ഥാനത്തുള്ള പിള്ളേരുടെ ആയിരിക്കും. അവരുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും തുണി മാറുമ്പോൾ എടുക്കുന്നതിൻ്റെ എന്ത് രോഗത്തിൻ്റെ അസുഖവും അല്ല, എന്ത് രോഗത്തിൻ്റെ അസുഖം എന്ന് ചോദിക്കാൻ പറ്റില്ല, എന്തും ക്രിമികടിയാണെന്നുള്ളതും കൂടെ ഈ ചേച്ചി ഇനി പറയുമായിരിക്കും കേട്ടോ. എന്തായാലും ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ടെന്നുള്ളത് ഈ കടലാസ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, കടലാസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ചേച്ചിമാരെ പൊക്കിയെടുത്ത് അവർ പുറത്ത് കളഞ്ഞിട്ടുണ്ടോ. ഇപ്പം ഇങ്ങനെ ഒരു ഹിസ്റ്ററിയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഹിസ്റ്ററി വെച്ചുകൊണ്ട് വേണം കേസുകളൊക്കെ അന്വേഷിച്ച് പോകാനായിട്ട്. കാരണം ചിലപ്പോൾ കേസ് മാറാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ പത്രക്കാരൊക്കെ ഇതൊക്കെ പൊക്കിയെടുക്കാൻ നേരത്ത് പത്രക്കാർ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ചേച്ചിക്ക് ഇങ്ങനെ ഒരു സാധനം ഹിസ്റ്ററി ഉണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ സിദ്ധിക്കണ്ണൻ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു ഇതില്ല കേട്ടോ നമുക്ക്. അവൾ പറഞ്ഞ സ്ഥിതിക്ക് അവൾ നല്ല രീതിയിൽ സിദ്ധിക്കണ്ണൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ പ്രിയാസമ്പത്ത്, രേവതി പ്രിയാസമ്പത്ത് എന്നുള്ള ആൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് സിദ്ദിഖ് പറഞ്ഞതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്, സിദ്ദിഖ് പറഞ്ഞത് മറ്റേ എന്താണ്, ഇൻസർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ലിക്ക് ചെയ്യാനെങ്കിൽ സമ്മതിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കയറ്റാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നക്കാണെങ്കിൽ സമ്മതിക്കണം. ഇതാണ് സിദ്ദിഖ് പറഞ്ഞത് എന്നാണ് ഈ പെണ്ണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്രയും ഇതാണ്. പിന്നെ സിദ്ദിഖണ്ണൻ മറ്റേ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇടിക്കുകയോ തടിക്കുകയൊക്കെ ചെയ്തിട്ടാണോ അത് കഴിഞ്ഞിട്ട് ശേഷം അപ്പുറത്തെ മീൻ കറിയും മറ്റേ സംഭാരവും മറ്റേ തൈരൊക്കെ കൂട്ടി ചോറ് തിന്നുന്നുണ്ട്, എന്തൊക്കെ അതിനെന്തോ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട്. ഞാനെനിക്ക് ഇങ്ങനത്തെ പ്രത്യേക തരത്തിലുള്ള ഫുഡുകൾ കഴിക്കുന്നതാണ് താല്പര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ സമ്മതിച്ച്. പക്ഷേ ഇവിടെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് വീണ്ടും ആ പെണ്ണ് പറയുന്നുണ്ട്, ഞാനൊക്കെ എന്നാൽ അത്രയും ചെറിയ വയസ്സല്ലേ ഉള്ളൂ, എനിക്ക് എന്ത് കാര്യം അറിയാൻ പറ്റുമോ അതിൻ്റെ അകത്ത്, എനിക്കൊന്നും ആ ടൈമിലൊന്നും വേർതിരിച്ച് അറിയാൻ എന്നെ കൊണ്ട് സാധിക്കില്ലല്ലോ എന്ന് പറയുന്നിടത്ത് സ്വന്തം റൂമിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ഹോസ്റ്റലിലെ പെൺകുട്ടികൾ ഡ്രസ്സ് മാറാൻ നേരത്ത് അവരുടെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ അറിയാമല്ലേ, അത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനാണോ അത് പ്രചരിപ്പിക്കാനാണോ എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ട്. അപ്പം അങ്ങനെ അത്രയും ബോധമുണ്ട്. പിന്നെ വേൾഡ് മൊത്തം നല്ലവരെ കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളെ കയ്യിലെ പ്രവൃത്തി തന്നെ ഊള പ്രവൃത്തിയാണ്, ഏറ്റവും വൃത്തികെട്ട പ്രവൃത്തിയാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന്. നിങ്ങൾ ഈ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആവുന്ന എന്ന് പറയുന്ന ആ ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ചെയ്തേക്കുന്ന തന്നെ രേവതി പ്രിയ സമ്പത്ത് എന്ന് പറയുന്ന നിങ്ങൾ ചെയ്തേക്കുന്ന തന്നെ ഏറ്റവും വലിയ ഒരു തെണ്ടിത്തരമാണ്. അപ്പോൾ നിങ്ങൾ തെണ്ടിത്തരത്തിൽ ബിരുദാനന്തര ബിരുദം എടുത്തിട്ട് നിൽക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ഇതേ കണക്കത്തെ ഒരു സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ ഇത് കേട്ട് നിങ്ങൾ പോയി ചാടി മറ്റേതായി. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എല്ലാവരും മറ്റേ വലിയ പുണ്യാളന്മാരായിരുന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പുണ്യാളന്മാരെ അല്ലാത്തവരെ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ ഒരു കുറച്ച് പൊരുത്തക്കേടുകളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ടത്. അപ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കേസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും. ഇതും കൂടെയൊക്കെ അന്വേഷിക്കാൻ നേരത്തെ ഈ സാധനമൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക. കാരണം ആവശ്യം വരും, ചിലപ്പോൾ പോലീസുകാരൊക്കെ ആവശ്യം വരും. ഇനി രേവതി പ്രിയ സമ്പത്തിന് കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കണം. നിങ്ങൾ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കാം. കാരണം നിങ്ങൾ തീർച്ചയായിട്ടും കേസ് കൊടുത്തിരിക്കണം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വീഡിയോ കണ്ട ആരെങ്കിലും ഡൗൺലോഡ് ചെയ്ത്, നാട്ടിലുള്ള ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതുകൊണ്ട് ഏതെങ്കിലും നിങ്ങൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്തിട്ട് ഇങ്ങനെ ഒരു കേസുണ്ട്, കേസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ FIR ഫയൽ ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ അതിന് ശേഷം നിങ്ങളുടെ മൊഴി എടുക്കാൻ പോലീസുകാർ. അപ്പം നിങ്ങൾ പോലീസുകാരായിട്ട് സഹകരിക്കുക. മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് ചെയ്തേക്കുന്നത്, മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് പീഡിപ്പിച്ചേക്കുന്നത്, ഇന്ന മാസത്തിലാണ്, ഇന്ന ഡേറ്റിലാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എന്തായാലും അതൊന്നും നിങ്ങൾ മറന്നു പോകത്തില്ലല്ലോ. അപ്പോൾ ആ ദിവസങ്ങളിൽ ഡേറ്റ് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എടുക്കാൻ വലിയ പാടൊന്നുമില്ല ഹോട്ടലിൽ. അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ CCTV ദൃശ്യമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് അവിടുത്തെ. ഒരുപാട് വർഷമായതാണ്, അതൊന്നും റിക്കവർ ചെയ്തെടുക്കാനുള്ളത് കാണത്തില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ
ബാക്കി ഒരുപാട് മറ്റേ എവിഡൻസുകൾ കളക്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പോഴും പോലീസുകാരൊക്കെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? കേസ് ഫയൽ ചെയ്യും. കേസ് ഫയൽ ചെയ്യൂ. കേസ് ഫയൽ ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല. ആരെങ്കിലും കൊണ്ട് ആരെങ്കിലും ചെയ്താൽ മതിയുടെ നാട്ടിലുള്ള ആരെങ്കിലും ഒരാൾ കൊണ്ട് കേസ് ഫയൽ ചെയ്യും. അതിനുശേഷം ഈ രേവതി സമ്പത്ത് എന്നുള്ള ആൾ ആ കേസുമായിട്ട് സഹകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ സിനിമക്കാരാരെങ്കിലും തന്നെ കൊണ്ട് കേസ് ഫയൽ ചെയ്യും. സിദ്ദിഖിൻ്റെ ഇതേണക്കത്ത് ഇത് അന്വേഷിക്കണം, ഈ പെണ്ണിന് ഇതേണക്കത്ത് സാധനം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഒരു സിനിമക്കാരിൽ ആരെങ്കിലും തന്നെ കൊണ്ട് കേസ് വിടുക. എന്നിട്ട് പ്രിയ സമ്പത്തിനെ വിളിച്ച് മൊഴിയെടുക്കട്ടെ, അല്ലേ? അപ്പോൾ ഇത് പറഞ്ഞതെന്തിനാണ്? പ്രിയ ചേച്ചിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയിൽ ഇങ്ങനൊരു ഇഷ്യൂ കൂടെ ഉണ്ട്. ആ ഇഷ്യൂ ഉള്ളത് കാരണമാണ് ഈ കാര്യം കൂടെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും കേസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടും ഇതേണക്കുള്ള ഡോക്യുമെൻസൊക്കെ. കാരണം നിങ്ങൾ ഭയങ്കര പുണ്യാളത്തിയാണ് എന്ന് പറയുന്ന സാധനം തെറ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ട് ഒരു വെടിക്കും 2 വെടിക്കും 3 വെടിക്കൊക്കെയുള്ള പക്ഷികൾ. ഓക്കെ, അതുകൊണ്ട് പ്രിയ ചേച്ചിയുടെ കയ്യിലും ഉണ്ട് നല്ല കുരുത്തിരുമ്പ് സാധനങ്ങൾ. മനസ്സിലായല്ലോ? അതുകൊണ്ട് ചേച്ചിയും പുണ്യാളം ഇതൊന്നും ചമയാൻ നിൽക്കേണ്ട, വളരെ നന്നായിരിക്കും. കാരണം ഈ ചെയ്തേക്കുന്ന തെറ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ബാക്കിയൊക്കെ നിങ്ങൾ വെള്ളം അടിച്ച് അവിടെ കിടന്ന് ബഹളം വെച്ചതാ, പിന്നെ ആമ്പിള്ളേരെല്ലാം നിങ്ങളെ റൂമിലോട്ട് വിളിച്ച് കയറ്റിയതാ, മറ്റേ ഹോസ്റ്റലിലോട്ട് വിളിച്ച് കയറ്റിയതാ, ഒന്നും നമ്മുടെ ഈ ഒരു പ്രശ്നമേ അല്ല. ഞാൻ പ്രശ്നമായിട്ട് കാണുന്നുമില്ല. ബാക്കി അവിടെയുള്ള പിള്ളേർക്കായിരുന്നു അന്ന് പ്രശ്നം. അവർ കംപ്ലയിൻറ്റ് ചെയ്ത് നിങ്ങളെ പിടിച്ച് പുറത്താക്കി. പക്ഷേ നിങ്ങൾ ഈ ചെയ്ത ഏറ്റവും വലിയ പോക്കൃത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടെ തന്നെ പഠിക്കുന്ന പിള്ളേരുടെ, അല്ലെങ്കിൽ നിങ്ങളെ ആ കോളേജിൽ തന്നെ പഠിക്കുന്ന പിള്ളേരുടെ, അല്ലെങ്കിൽ കൂട്ടുകാരികളുടെ എല്ലാത്തിൻ്റെയും വീഡിയോസ്, അവർ തുണി മാറുന്ന വീഡിയോസും ഫോട്ടോസും എടുത്തൊക്കെ പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ എടുത്ത് നിങ്ങൾ കണ്ട് ആസ്വദിക്കണം എന്നിട്ട് ആ കൊച്ചുങ്ങളാ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തോ വൈകല്യമാണത്. ഓക്കെ, ചില വൈകല്യമൊന്നും ആയിരിക്കും. ഇതെടുത്ത് വേറെ ആളൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് അങ്ങനെയും പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയുള്ള ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പണ്ട് തൊട്ടേ അങ്ങനെ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അങ്ങനെ ഏതെങ്കിലും ഇതൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഹോസ്റ്റൽ റൂമിലേക്ക് ഒരുപാട് വീഡിയോസൊക്കെ പുറത്തു വന്നിട്ടുള്ള ഇതണൊക്കെ കാര്യങ്ങളും ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ചേച്ചിയുടെ കയ്യിലുണ്ട് ഒരു വെടിക്കും 2 വെടിക്കൊക്കെയുള്ള പക്ഷികൾ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണമൊക്കെ നടത്തി സിദ്ദിഖണ്ണനെ പഞ്ഞിക്കിടണം എന്നുണ്ടെങ്കിൽ പഞ്ഞിക്കിടണം. പിന്നെ പ്രത്യേകിച്ച് സിദ്ദിഖണ്ണൻ ഈ അമ്മ സെക്രട്ടറിയാണ്, പ്രസിഡൻ്റാ, എന്തോ സ്ഥാനത്ത് കയറി ഇരിക്കുന്നില്ലേ, അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുക. എന്തിനാണ് കയറി ഇരിക്കുന്നത്? നിങ്ങളെ വാർത്താ സമ്മേളനം കണ്ടിട്ടൊക്കെ നിങ്ങൾ ആ വോട്ടിയെടുത്ത് പുറത്ത് കളയണമെന്നാണ് തോന്നുന്നത്. അമ്മാതിരി ഊളസാനങ്ങളായിരുന്നു കേട്ടാ. ഒരു റിപ്പോർട്ടിൻ്റെ മണ്ടലിൽ ചർച്ച വരാതെ നേരത്ത് അതിനുള്ള നിങ്ങൾ മറുപടി പറയുന്നതൊക്കെ കേട്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ജോമോള് മാറിയിരിക്കണം, കടക്ക് പുറത്ത് എന്ന് പറയണം ജോമോളിൻ്റെ അടുത്തൊക്കെ. അതാണ് വേണുന്നത്. ഇങ്ങനെയാണ് സ്ഥലത്ത് വന്നിരുന്ന് ഡയലോഗ് അടിക്കാൻ ആദ്യം പറഞ്ഞ് ജോമോളിൻ്റെ അടുത്ത് കടക്ക് പുറത്തെന്നാണ് പറയുന്നത്. അതാണ് വേണുന്നത്. പിന്നെ പാർവതി തിരോത്തിനെയും പിന്നെ ജോമോളിനെയും കൂടെ കമ്പയർ ചെയ്യുന്ന ഒരിത്, അയ്യോ എൻ്റെ പൊന്നോ, സഹിക്കാൻ പറ്റൂല കേട്ടാ, സഹിക്കാൻ പറ്റൂല ജോമോളെ ഇതൊക്കെ. പ്രമുഖ നടിയല്ല, അതിനൊരു പേരുണ്ട്, അതിൻ്റെ പേരാണ് പാർവതി കേട്ടാ. ജോമോളെ അത് പറയാനുള്ള ആംബിയറെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ പേര് മറക്കണ്ട. രേവതി പ്രിയ സമ്പത്ത് എന്ന് പറഞ്ഞ ആളുടെ കഥയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കഥകൾ തപ്പി നമുക്ക് വരാം. അപ്പോൾ അതുവരെ ബൈ.